ഡോക്ടറെ, എന്തോ? എല്ലാവരും പറയാറുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കണം എന്ന്. അങ്ങനെ ജീവിക്കാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതിനെന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? പിന്നെ ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്നല്ലേ? നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്ന പേരുള്ള ഒരു പുസ്തകം തന്നെയുണ്ട്. എക്കാട്ടോളയുടെ ഈ നിമിഷത്തിൽ ജീവിക്കൂ. ആ പുസ്തകത്തിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് പോയിന്റുകളും പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജനിച്ചു, നമ്മൾ ജീവിക്കണു, നാളെ നമ്മൾ മരിക്കും, അങ്ങനെയൊക്കെ പറയണു. അപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചർ ഇനിയും ജനിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഈ നിമിഷമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ കാലത്ത് ഭാണ്ഡക്കെട്ടും പേറി നടന്നു കഴിയുമ്പോൾ നാളെ എന്താവും എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല, മോശമാവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇപ്പോൾ ഈ ടൈം, നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറാണ് എല്ലാവർക്കും. മറ്റേത് സമ്പത്തിനേക്കാളും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് ആ 24 മണിക്കൂർ. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു ഇപ്പോൾ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ നാളുകൾ. അപ്പോൾ ഈ ടെക്നിക്കുകളെ കുറിച്ച് ചോദിച്ചു. കുറേ ടെക്നിക്കുകളുണ്ട്. അതിൽ നമുക്ക് ഫോക്കസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മളിപ്പോൾ ബ്രെയിൻ ഫാഗ് വന്നവരാണ് നമ്മളിൽ പലരും. കാരണം നമ്മൾ കൂടുതൽ റീൽസ്, ഫോണിൽ അഡിക്റ്റ് ആയപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, നമ്മുടെ ഫോക്കസ് കുറഞ്ഞു. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ വീഡിയോ കാണാൻ നമുക്ക് ക്ഷമയില്ല. നമുക്ക് ചാടി അടുത്തയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യണോ, പുസ്തകം വായിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ ആ 5 മിനിറ്റ് ആ പുസ്തകത്തിൽ തന്നെ നമ്മൾ ചിലവഴിക്കുക. ഇനി അത് പോട്ടെ, നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ സോപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ നിങ്ങൾ കുളിക്കുമ്പോൾ സോപ്പ് എല്ലായിടത്തും തേച്ചോ? എവിടെയെങ്കിലും മിസ്സായോ? നമുക്കത് റിക്കലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൈപ്പ് തുറന്ന് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുന്നതും ഓരോ ഭാഗത്തും നമ്മൾ സോപ്പ് തേക്കുന്നതും, അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പല്ലിനെയും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുക. അതായത് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിലും മുൻപേ ഉള്ളതിൽ വെച്ച് കുറച്ചുകൂടെ അധികം അതിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ പല്ല് തേച്ചാൽ ഇത് എഴുതി തീർത്തിട്ട് വേണം എനിക്ക് അടുത്ത് ചെയ്യാൻ, ഇത് കുടിച്ചിട്ട് വേണം അത് അങ്ങോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോഴായിരിക്കും ഫോൺ എവിടെ വെച്ചേ, കണ്ണട എവിടെ വെച്ചേ, എൻ്റെ പേന കണ്ടോ, എൻ്റെ ചാർജർ കണ്ടോ. ഇത് രാവിലെ ആകുമ്പോൾ കുട്ടികളും വലിയവരും ഒക്കെ ഇങ്ങനെയാണ്. അതിന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നത് മുതൽ നമ്മൾ കണ്ടതും കേട്ടതും ചിന്തിച്ചതും തുടങ്ങിയ ആ കാര്യങ്ങളുണ്ടല്ലോ, ക്രമമായിട്ടൊന്ന് ആലോചിച്ച് റീകോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മുന്നിലേക്ക് മാറ്റി നമ്മുടെ ഫ്യൂച്ചർ നന്നാക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലത്തെ മാണ്ടക്കെട്ടൊക്കെ ഇപ്പം തന്നെ വലിച്ചു കളഞ്ഞ് ഇന്നത്തെ ഈ നിമിഷത്തിൽ